ഹലോ എവ്രി വൺ. നമ്മുടെ അലോട്ട്മെന്റ് സീരീസിലുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇവിടെ വരുന്നത്. സോ ആദ്യം ടോപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു ടോപ്പറാണ്, അതായത് നിങ്ങൾക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പോസിബിൾ ആണെങ്കിൽ ആ വീഡിയോ കാണാന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൽ സീറ്റ് കിട്ടും എന്ന് ഉറപ്പുള്ള കുട്ടികൾ, അതായത് കേരള റാങ്ക് വരുമ്പോൾ കേരള റാങ്ക് ഒരു 200ന്റെ മുകളിലേക്ക്, ഒരു ഏകദേശം ഒരു 900 വരെ അല്ലെങ്കിൽ ഒരു 1000 വരെയൊക്കെയുള്ള കുട്ടികൾ എങ്ങനെ കേരളത്തിലെ ഒരു ഗവൺമെന്റ് സീറ്റ് തിരഞ്ഞെടുക്കും. അതായത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയിലുള്ള എയിംസുകളോ ജിപ്മറോ സാധനങ്ങളോ ഒന്നും കിട്ടില്ല, ആൻഡ് നിങ്ങൾക്ക് തമിഴ്നാട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിലേക്ക് മാർക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രഡിക്ഷൻ നിങ്ങൾ ഏകദേശം 675നും 695നും മാർക്ക് ഇടവിലുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ മാർക്ക് പ്രഡിക്ഷനിൽ വലിയ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും 2 ദിവസം കൊണ്ട് കേരള റാങ്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ കേരള മെഡിക്കൽ കോളേജസ് നമ്മൾ എങ്ങനെ തെരഞ്ഞെടുക്കും എന്ന് നോക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതായത് ഇതിന്റെ പ്രയോറിറ്റി ഓർഡർ എന്താണ്, അതായത് ഏത് ഓർഡറിലാണ് ഇതിന്റെ ഒരു കോളേജ് റാങ്കിങ് എന്നൊക്കെ വരുന്ന സാധനങ്ങൾ ഉണ്ടാവുക. ചോയ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ഓർഡറിൽ ചോയ്സ് ഫില്ല് ചെയ്യണം, ഈ ഓരോ കോളേജിലും അക്കാഡമിക്സ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം എന്താണ്, ഈ കോളേജിലെ പേഷ്യൻസ് ഫ്ലോയും അത് MBBS പഠനത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ്. ഇതുപോലെ നമ്മൾ സെൽഫ് ഫിനാൻസിങ്ങിന് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കേരള റാങ്ക് വരുന്നത് ഒരു 200 ടു 900 അല്ലെങ്കിൽ 1000 വരെയുള്ള റാങ്കിലുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണാം. നിങ്ങളുടെ മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 695 മുതൽ 675 വരെ നീറ്റ് സ്കോർ ഉള്ള കുട്ടികൾക്കായിരിക്കും ഉണ്ടാവുക. സോ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആണ് ഈ വീഡിയോ. ആൻഡ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സോൺലി നമ്മളുടെ എക്സ്പീരിയൻസും നേരിട്ടുള്ള എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ നമ്മളുടെ അഭിപ്രായങ്ങളുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ആൻഡ് ഇത് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ്ലി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ നോക്കാനുണ്ട്. സോ ഇത് MBBSന്റെ മാത്രം, ഗവൺമെന്റ് കോളേജുകളുടെ MBBSന്റെ മാത്രം ലാസ്റ്റ് റാങ്ക് ആണ്. ദിസ് ഈസ് ഓഫ് തേർഡ് അലോട്ട്മെന്റ്. തേർഡ് അലോട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്തായിരുന്നു നടന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. തേർഡ് അലോട്ട്മെന്റ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിഫർ ചെയ്തിട്ടുള്ള സാധനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിച്ച കോളേജാണ്. വളരെ സന്തോഷമുണ്ട് എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയതിൽ, അഭിമാനത്തോടു കൂടി പറയട്ടെ. 265 സ്റ്റേറ്റ് റാങ്ക് 265 ഉള്ള കുട്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. ആൻഡ് അവിടെ വന്നിട്ടുള്ള തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ OBC മുസ്ലിം 316 വരെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് OBC ഈഴവേൽ വന്നത് 483 വരെയുള്ള ആളുകളും EWS വിഭാഗത്തിൽ 1129 വരെയുള്ള ആളുകളും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഫയല് നിങ്ങൾക്ക് കീം 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് കണക്കൂട്ടാൻ വേണ്ടി പറ്റും. കോഴിക്കോട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കോളേജ് ഇവിടെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. 380 വരെ അവിടെ വന്നിട്ടുണ്ട്. OBC മുസ്ലിം 424 വരെയും OBC ഈഴവ 618 വരെയും EWSന് 1377 വരെ വന്നിട്ടുണ്ട്. ബാക്കി കാറ്റഗറീസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി 380 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത് വന്നിട്ടുള്ള കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോളേജുകൾ ഏകദേശം ഒരേ നിലയിലാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കോളേജ് തൃശൂർ 619 വരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ 837 വരെയും, പിന്നെയുള്ളത് നമ്മുടെ കോട്ടയം 569 വരെയാണ് വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ തൃശൂർ, കോട്ടയം, ആലപ്പുഴയാണ് കൂടുതൽ കുട്ടികൾ കോട്ടയം ചൂസ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവർ 569 വരെയാണ് നമ്മൾ കോട്ടയത്തിന് വന്നിട്ടുള്ളത്. സോ കോട്ടയമാണ് കൂടുതൽ ആളുകൾ ചൂസ് ചെയ്തത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ ചൂസ് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ചൂസ് ചെയ്തതായിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. ഇനി അടുത്ത നിലയിൽ ഇപ്പോ ആലപ്പുഴ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 837 കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കുട്ടികൾ സ്റ്റേറ്റ് മെറിറ്റിൽ ചൂസ് ചെയ്തത് എറണാകുളമാണ്. അത് കഴിഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ കൊല്ലം, പാരിപ്പള്ളി കൊല്ലം. പക്ഷെ പാരിപ്പള്ളി കൊല്ലം ഒരു ESI കോളേജാണ്. വളരെ കുറഞ്ഞ സീറ്റുകളെ സ്റ്റേറ്റ് മെറിറ്റിൽ അവൈലബിൾ ആവുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. 862 കണ്ണൂർ മെഡിക്കൽ കോളേജ്, പിന്നെ അതുപോലെ തന്നെ 833 മഞ്ചേരി. അപ്പോൾ ഇവിടെയുള്ളത് എറണാകുളം, കണ്ണൂർ, മഞ്ചേരി 3 860 വരെയൊക്കെ ചൂസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നീടുള്ളത് 3 പുതിയതായിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജുകളാണ്. വൺ ഈസ് പാലക്കാട് കോളേജ്, അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജൊക്കെ. അതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ ആ റൗണ്ടിലൂടെ ഫില്ല് ചെയ്തതായിട്ട് കാണിക്കുന്നില്ല. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. സോ ഇതിന്റെ പ്രയോറിറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് 4 ടയറുകളായിട്ട്, 4 ഗ്രൂപ്പുകളായിട്ടാണ് കോളേജുകളുള്ളത്. സോ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന കോളേജുകൾ ഡെഫിനറ്റ്ലി വൺ ഈസ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഹെഡ് ടു ഹെഡ് ആണ്. ഇത് ഒരേ നിലവാരത്തിൽ ഒരുപോലെ നിൽക്കുന്ന കോളേജുകളാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന കോളേജുകൾ കുട്ടികൾ ചൂസ് ചെയ്തതിന്റെ ഓർഡറിലാണെങ്കിൽ കോട്ടയം, അതുപോലെ തന്നെ അടുത്തത് തൃശ്ശൂർ, അടുത്തത് വരുന്നത് ആലപ്പുഴ എന്നുള്ള ഓർഡറിലാണ് രണ്ടാമത്തെ ലെവലിൽ കുട്ടികൾ ചൂസ് ചെയ്തിട്ടുള്ളത്.
മൂന്നാമത്തതിൽ ചൂസ് ചെയ്തത് ഏറെക്കുറെ ഈക്വൽ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജ്, പരിയാരം പഴയ, അതുപോലെ തന്നെ നമ്മളുടെ തൊട്ടടുത്ത കോളേജ് വരുന്നത് എറണാകുളം മെഡിക്കൽ കോളേജ്, തൊട്ടടുത്ത കോളേജ് വരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഇങ്ങനെയാണ് കോളേജുകൾ വന്നിട്ടുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജ്. ആൻഡ് നാലാമത്തെ ലെവലിലാണ് ബാക്കി കോളേജുകൾ, അതായത് ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജ്, പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കൊല്ലം കോളേജ്, ആൻഡ് ദർ ഈസ് പാലക്കാട് കോളേജ്. ഇത്ര കോളേജുകൾ വന്നത് അടുത്ത റൗണ്ടിലായിട്ടാണ് അടുത്ത കോളേജുകൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളുടെ റാങ്ക് ഏകദേശം ഞാൻ പറയാണ്, നിങ്ങളുടെ കോളേജ് റാങ്ക് ഒരു 200 to 300 ഉള്ള ആൾക്കാരാണെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ നിന്നുള്ള കോളേജുകൾ കിട്ടുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ കോളേജ് റാങ്ക് ഒരു 300 അപ്പുറത്തേക്ക്, ഒരു 320 മുതലൊക്കെ മുകളിലേക്ക് ഏകദേശം ഒരു 800 വരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ 3 കോളേജുകളായിരിക്കും. പിന്നെ ഇതേ റേഞ്ചിൽ തന്നെയാണ് ഏകദേശം 800 to 900 വരെ ആളുകൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ആൻഡ് ഏകദേശം 1300 വരെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം വരുന്നുണ്ടാവുക. സോ ഈ വർഷം 1300 വരെ പോവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഓൾ ഇന്ത്യ പ്രിഫറൻസ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മളുടെ കോളേജുകളൊക്കെ. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എവിടെയാണെന്നുള്ളത്, സോ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ കേരള റാങ്ക് ആണ് എഴുതിയിട്ടുള്ളത്. കേരള കാറ്റഗറി റാങ്ക് അല്ല നോക്കുക, കേരളത്തിന്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുകളാണ്. നമുക്കിപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം സെപ്പറേറ്റ് വരും. ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടല്ല അലോട്ട്മെന്റ് നടക്കുന്നത്. കാറ്റഗറി റാങ്ക് എന്നുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നുണ്ടാവും, പക്ഷെ അലോട്ട്മെന്റ് നടക്കുന്നുണ്ടാവുക എപ്പോഴും കേരള റാങ്ക് വെച്ചിട്ട്. കേരള റാങ്ക് 200 to 300, കേരള റാങ്ക് 300 to 800 ഒരു വരെയുള്ള ആളുകൾ, ഇനി 800 to 900, ഒരു 1300 വരെയുള്ള ആൾക്കാർക്ക് ഒരു 4th ടയറിൽ വരുന്ന കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇടുക്കി, കോന്നി സാധനങ്ങളൊക്കെ. സോ ഇതാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി ഓർഡർ വരുന്ന ഒരു സാധനം എന്ന് പറയുന്ന സാധനം. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന സമയത്ത് ഇതൊരു ഓർഡർ മാത്രമാണ്. സോ എങ്ങനെ ചോയ്സുകൾ ഫില്ല് ചെയ്യാം, അതാണ് ഞാൻ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. ചോയ്സുകൾ എങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും, വാട്ട് ഈസ് ദ ഡിഫറൻസ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ വിൽ തിങ്ക് ലൈക്ക് ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു MBBS സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് ഡിസ്റ്റൻസ് ഫ്രം ഹോം. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക, ഡിസ്റ്റൻസ്, നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര ദൂരം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ ചോയ്സ് എടുക്കാൻ നേരം നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ MBBS ഈസ് എ ലോങ് കോഴ്സ്. നമുക്കറിയാൻ വേണ്ടി പറ്റും 5.5 വർഷമാണ് നമ്മൾ MBBS നടക്കുക. ഈ 5.5 വർഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും എന്നറിയോ? 5.5 വർഷം കൊണ്ട് എന്റെ ജീവിതത്തിൽ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. എന്റെ മാത്രമല്ല, എന്റെ ബാച്ചിലുള്ള ഒരുപാട് ആളുകൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ 5.5 വർഷത്തിനുള്ളിൽ. ഗേൾസും ബോയ്സും എല്ലാവർക്കും വിവാഹം നടന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ വീട്ടില് അസുഖങ്ങൾ, ഒരുപാട് വീട്ടു താമസങ്ങൾ, ചില മരണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന സമയങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യം വരും. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് അസുഖം വന്നു, നമുക്ക് വീട്ടിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. ട്രാവൽ ചെയ്യാൻ വളരെ, ഞാൻ എന്റെ വീടുള്ളത് എറണാകുളമാണ്. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീടുള്ളത് എറണാകുളമായിരുന്നു. സോ നമുക്കൊരു റഫ് മാപ്പ് വരയ്ക്കാം അല്ലെ, കേരളത്തിന്റെ റഫ് മാപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലുക്ക് ലൈക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക അല്ലേ. കേരളത്തിന്റെ റഫ് മാപ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. എന്റെ വീടുണ്ടായിരുന്നത് എറണാകുളമായിരുന്നു വീടുണ്ടായിരുന്നത്. ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്. സോ ദിസ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എനിക്ക് 200 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. ഇത് എന്നെ സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പേഴ്സണലി. നമ്മളെ വീക്കെൻഡിലൊക്കെ ഹോസ്റ്റൽസിലൊക്കെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, വീക്കെൻഡിൽ ഹോസ്റ്റൽസിൽ ഞങ്ങൾ ആകെ എറണാകുളത്തും ആലപ്പുഴയൊക്കെ വീടുള്ള ഒരു 5, 6, 7 പേരൊഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിൽ പോകും. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ഒരു സംഭവമായിരുന്നു, രസമായിരുന്നു, ഹോസ്റ്റലിൽ തന്നെ നിൽക്കാം, അടിച്ചു പൊളിക്കാം. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്ക് ശരിക്കും മടുക്കാൻ തുടങ്ങി. കാരണം നമുക്ക് വീക്കെൻഡിൽ ഒരു ദിവസമാണ് ലീവ് കിട്ടുക, സൺഡേ മാത്രം. ഒരു ദിവസം കൊണ്ട് ഈ 200 കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രമേ സമയം കിട്ടുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ എൻ്റെ കോളേജിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും, അതായത് കാലിക്കറ്റിൽ പഠിച്ച ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു റൗണ്ടിൽ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ വയനാട്, അങ്ങനെ പറയാ, വയനാട് അല്ലെങ്കിൽ മലപ്പുറം ഒക്കെ വീടുള്ള ആളുകളായിരുന്നു കുറേ ബഹുഭൂരിപക്ഷം, ഒരു 90% ആൾക്കാരും. അതുകൊണ്ട് ഇവരൊക്കെ ഒരു ദിവസം വീട്ടിൽ കിട്ടിയാൽ തന്നെ ഇപ്പോൾ സാറ്റർഡേ ഈവനിങ് പോയിട്ട് മൺഡേ മോർണിംഗ് തിരിച്ചു വരും. സോ ദേ വിൽ ബി ഗെറ്റിംഗ് ഒരു ഫുൾ ഡേ അറ്റ് ഹോമിൽ അവർക്ക് കിട്ടും. മൺഡേ മോർണിംഗ് കയറിയാൽ മതി. മൺഡേ മോർണിംഗ് ഒരു 7 മണിക്കോ 6 മണിക്കോ വീട്ടിൽ നിന്ന് കയറിയാൽ തന്നെ തിരിച്ചെത്തുന്ന രൂപത്തിലുള്ള സംവിധാനം ഉണ്ടായിരുന്നു. സോ ഡിസ്റ്റൻസ് ഫ്രം ഹോം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പറയുമ്പോൾ ഞാൻ ഒന്നാമത്തെ കാറ്റഗറി നിങ്ങളോട് പറഞ്ഞിരുന്നു, കാലിക്കറ്റ് വേഴ്സസ് ട്രിവാൻഡ്രം. കാലിക്കറ്റും ട്രിവാൻഡ്രം ഉണ്ടാവുക. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ വീട് സൗത്തിലേക്കാണെങ്കിൽ, നിങ്ങളുടെ വീട് എറണാകുളത്തിന് താഴേക്ക് അല്ലെങ്കിൽ സൗത്ത് ഭാഗത്തേക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഈക്വൽ ആണ്, ഹെഡ് ടു ഹെഡ് ആണ്. കാലിക്കറ്റ് ആൻഡ് ട്രിവാൻഡ്രം ഈസ് ലൈക്ക് ദർ ഈസ് നോ കമ്പാരിസൺ അമംഗ് ദാറ്റ് തിങ്. ബെറ്റർ ആണ്. ആൻഡ് ഇഫ് യു ആർ ഇൻ എ നോർത്ത് റീജിയനിൽ താമസിക്കുന്ന ആളാണെങ്കിൽ യു ക്യാൻ ചൂസ് ദിസ് തിങ്. ഇതിങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ഈസ് കോട്ടയം ആൻഡ് തൃശ്ശൂർ. കോട്ടയം ആൻഡ് തൃശ്ശൂരാണ് ഏറ്റവും പ്രോമിനന്റ്ലി നിൽക്കുക. അതിന്റെ കൂടെയാണ് ആലപ്പുഴ വന്നിട്ടുണ്ടായിരുന്നത്.
സോ ഞാൻ പറയാം, നിങ്ങളുടെ വീട് നോർത്തിലേക്കാണെങ്കിൽ ചൂസ് തൃശ്ശൂർ, സൗത്തിലേക്കാണെങ്കിൽ ചൂസ് കോട്ടയം, അത്രേ പറയാനുള്ളൂ. ഒരിക്കലും ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ കാണിക്കുന്ന മണ്ടത്തരം എന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട് കാസർഗോഡാണ്, ഡോണ്ട് ചൂസ് ട്രിവാൻഡ്രം. നിങ്ങളുടെ വീട് കൊല്ലമാണ്, ഡോണ്ട് ചൂസ് എന്താ പറയുക കാലിക്കറ്റ്. നിങ്ങളുടെ വീട് ഞാൻ പറയാണ്, നിങ്ങളുടെ വീട് പാലക്കാടാണ്, ഡോണ്ട് ചൂസ് കോട്ടയം, യു ചൂസ് തൃശ്ശൂർ. അത് നമുക്ക് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള കൺവീനിയൻസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ലൈക്ക് അക്കാഡമിക്കലി അല്ല, എക്സ്ട്രാ അക്കാഡമിക്സിന് പുറത്ത് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ സാധനങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ. ഇനിയും അക്കാഡമിക്സിലേക്ക് വരുമ്പോൾ ഇത് സെക്കൻഡ് ലെയറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, തേർഡ് ലെയർ ഫോർത്ത് ലെയർ കൂടി പറയാം. തേർഡ് ലെയർ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ വേണ്ടി പറ്റും 3 പ്രധാനപ്പെട്ട കോളേജാണ്. ഒന്ന് കണ്ണൂർ, ഡെഫിനറ്റ്ലി ഫോർ മലബാറിയൻസ്, മലബാറിലുള്ള ആൾക്കാർക്ക് കണ്ണൂർ വളരെ നല്ലതാണ്. രണ്ടാം സ്ഥാനം ദാറ്റ് ഈസ് മഞ്ചേരി. ഇത് മേളിതായിട്ട് വരികയാണെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. മഞ്ചേരി അറ്റ് മലപ്പുറം, യു ക്യാൻ ഡെഫിനറ്റ്ലി ഈ ഒരു റീജിയൻ തൃശ്ശൂർ, ഈ റീജിയനിലുള്ള ആൾക്കാർക്ക് മഞ്ചേരിയാണ് നല്ലത്. തേർഡ് സ്ഥാനം ഈസ് വാട്ട് എറണാകുളം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എറണാകുളത്തിന് താഴേക്ക് നിൽക്കുന്ന ആൾക്കാണ്, ആലപ്പുഴ അല്ലെങ്കിൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ഉള്ള ആൾ, ആ റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്കറ്റിൽ, ചൂസ് എറണാകുളം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള ഒരു കാര്യം. സോ നമ്മുടെ വീടിന്റെ റീജിയൻ വൈസ് നമ്മൾ കോളേജിൽ തിരഞ്ഞെടുക്കാൻ നോക്കുക. നമ്മൾ എന്തായാലും ഇതിനകത്താണ് പഠിക്കാന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുക. അപ്പോൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഐ വിൽ സജസ്റ്റ് സാധനങ്ങൾ. ആൻഡ് ഇപ്പൊ എല്ലാവർക്കും തോന്നുന്ന സംശയമാണ്, ഇപ്പോൾ അക്കാഡമിക്സ് ഇതിനകത്തൊക്കെ വലിയ പ്രശ്നമല്ലേ സാറേ, അക്കാഡമിക്സ് നോക്കിയിട്ടല്ലേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള കാര്യം. ലെറ്റ് മീ ടെൽ യു, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ഓരോ ക്രൈറ്റീരിയാസ് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ടയർ, രണ്ടാമത്തെ ടയർ, മൂന്നാമത്തെ ടയർ, നാലാമത്തെ ടയർ. ഈ സാധനത്തിന്റെ ഉള്ളിലെ എല്ലാം, ഇതിന്റെ ഉള്ളിലെല്ലാം നമ്മളുടെ അക്കാഡമിക്സ് ഈക്വൽ ആണ്. ജസ്റ്റ് ട്രസ്റ്റ് മീ ഇൻ ദിസ് തിങ്, ഈക്വൽ അക്കാഡമിക്സ് ആണ്. അവിടെ ഒരു വ്യത്യാസമില്ല. അതായത് കോഴിക്കോടിനേക്കാൾ നല്ലവണ്ണം ട്രിവാൻഡ്രത്ത് പഠിപ്പിക്കുന്നു, ട്രിവാൻഡ്രത്തിനേക്കാൾ നല്ലവണ്ണം കോഴിക്കോട് പഠിപ്പിക്കുന്നു വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇനി തൃശ്ശൂരാണോ ആലപ്പുഴയാണോ അക്കാഡമിക്കലി ബെറ്റർ, തൃശ്ശൂരാണോ കോട്ടയമാണോ അക്കാഡമിക്കലി ബെറ്റർ, ദർ ഇസ് നോ സച്ച് തിങ്സ്. നമുക്കിപ്പോൾ MBBS ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഈ ഒരു പീരീഡിൽ മാത്രമാണ് കുട്ടികൾ ഇങ്ങനെ അക്കാഡമിക്സിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സാധനം ഉണ്ടാവുള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു തമാശയാണ്, വലിയ തമാശയായിരിക്കും. ഞാനിങ്ങനെ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ, ഒരു ഡോക്ടർ ആയി കഴിയുമ്പോൾ ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ആ ഡോക്ടറുടെ സ്കില്ല്, ആ ഡോക്ടറുടെ ക്വാളിറ്റി, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം കോളേജിന്റെ അക്കാഡമിക്സ് അല്ല, ആ പേഴ്സന്റെ ഒരു ഇൻവോൾവ്മെന്റ്, അവർ എത്രത്തോളം ആവേശത്തോടു കൂടി പഠിക്കുന്നുള്ളതാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഓർഡറിൽ നിങ്ങൾ സെലക്ട് ചെയ്യൂ. നിങ്ങൾ ടയർ 1 കോളേജിൽ അതിന്റെ ഉള്ളിൽ അക്കാഡമിക്സ് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ടയർ 2 അക്കാഡമിക്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ രൂപത്തിലേക്ക് നോക്കാം. ആൻഡ് ഇതിനകത്തും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാർ പേഷ്യന്റ് ഫ്ലോ കമ്പയർ ചെയ്യും. പേഷ്യന്റ് ഫ്ലോ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ടയർ 4 കോളേജിനെ പറ്റിയിട്ടൊന്നും പറയാനുണ്ട് കേട്ടോ. ടയർ 4 കോളേജ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് അടുത്ത് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ പേഷ്യന്റ് ഫ്ലോ കമ്പയർ ചെയ്യുന്ന സമയത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6000 പേഷ്യൻസ് പെർ ഡേ വരും എന്ന് പറഞ്ഞത്. ഒരു ദിവസം 6000 പേഷ്യൻസ് വരുന്ന സാധനമാണ്. ഞാനൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ മെഡിസിൻ വാർഡിലൊക്കെ ഒരു ദിവസം പനിയുണ്ട്. ഞാൻ മെഡിസിൻ ഹൗസ് സർജൻസി ചെയ്ത സമയത്ത് പനി സീസൺ ആയിരുന്നു. പനി സീസണിൽ 170 ഡെങ്കു കേസൊക്കെയാണ് അഡ്മിറ്റ് ആയത്. 170 പേഷ്യന്റ്. അത് 170 ടോട്ടൽ പേഷ്യൻസ്, അതിന്റെ മെജോറിറ്റി ഡെങ്കു. എല്ലാവർക്കും ഡെങ്കു 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 പ്ലേറ്റ്ലെറ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ആൾക്കാരാണ്. സോ വിൽ ഐ ബി എ വെരി വെരി ഗുഡ് ഡോക്ടർ ബേസ്ഡ് ഓൺ ദിസ് തിങ്? ഈ 6000 പേഷ്യൻസ് പെർ ഡേ വരെയല്ലേ. അപ്പോൾ അതൊരു MBBS പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇത് കുറെ ആൾക്കാർക്ക് മിസ്കൺസെപ്റ്റോ സാധനങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ്. MBBS പഠിക്കുന്ന സമയത്ത് വാട്ട് ഐ ബിലീവ്, എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട്, ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തതും ഒക്കെ വെച്ചുള്ള സാധനങ്ങളാണ്. അത് ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ഞാൻ പറയുന്നത് വെച്ചാൽ, ഒരു ദിവസം 1 ഡേ ഒരു MBBS സ്റ്റുഡന്റിന് ഒരു പേഷ്യന്റിനെ കണ്ടാൽ മതി. ജസ്റ്റ് 1 പേഷ്യന്റ്. ഒരു ദിവസം ഒരു പേഷ്യന്റിനെ കണ്ടാൽ മതി. രണ്ടാമത്തെ ദിവസം വേറെ രണ്ടാമത്തെ ഒരു പേഷ്യന്റ്, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ഒരു പേഷ്യന്റ്. അത്രയും മാത്രം മതി MBBSൽ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെറൈറ്റി ഓഫ് കേസസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ 6000 പേഷ്യന്റ് വരിക എന്നുള്ള കാര്യം, ഒരു ദിവസത്തിൽ 6000 പേഷ്യന്റ് എന്നിട്ട് ഈ 6000 പേഷ്യന്റിനെ MBBS സ്റ്റുഡന്റ് കാണുന്നുണ്ടോ? ആക്ച്വലി നോ എന്നുള്ളതാണ് പറയുന്നത്. കാണാൻ പറ്റില്ല. അത് ഡിഫറെന്റ് സ്ഥലങ്ങളിലേക്കും ഡിഫറെന്റ് സാധനങ്ങളിലേക്കും പോകുന്നതാണ്. 1 ഡേ 1 പേഷ്യന്റ് എന്നുള്ളത് ആസ് ഫോർ ആൻ MBBS സ്റ്റുഡന്റ്, ഐ എം ടെല്ലിംഗ്, ലൈക്ക് ഇതാണ് ഒരു പോയിന്റ് ഉള്ള കാര്യം. 1 ഡേ 1 പേഷ്യന്റ് ഈസ് സഫീഷ്യന്റ്. ഇനി നോക്ക്, ഇപ്പോൾ പ്രൈവറ്റ് കോളേജസിലൊക്കെ ഞാൻ പറയുകയാണ്, ഒരു വാർഡിൽ ഒരു 15-20 പേഷ്യന്റ് ആണ് അഡ്മിറ്റ് ആവുന്നത്. മറ്റൊടത്ത് 170 അഡ്മിറ്റ് ആവുന്നുണ്ട്. 15-20 പേഷ്യന്റ് അഡ്മിറ്റ് ആവുന്ന സമയത്ത്, ആ 15-20 പേഷ്യന്റിനെ തന്നെ വൃത്തിയായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ദേ വിൽ ബി ഗെയിനിങ് മോർ ബെറ്റർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. വെറൈറ്റി ഓഫ് കേസസിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ സാറന്മാർ പഠിപ്പിക്കുന്നതിന്റെ ഒരു ഈസിനെസ്, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് പേഷ്യൻസ് കുറച്ച് കുറയുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് 170 പേഷ്യന്റ് ഒക്കെ വാർഡിലുണ്ടായിരുന്ന സമയത്ത്, പനി സീസൺ ആയിരുന്നു, മെഡിസിൻ വാർഡിലായിരുന്നു ഞാൻ നിൽക്കുന്ന സമയത്ത്, നമ്മളൊരു സൈഡിൽ നിന്ന് BP എടുത്ത് തീരുമ്പോൾ തന്നെ ഉച്ചയാവും. എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി എല്ലാവരുടെയും BP എടുത്ത് കഴിയുമ്പോൾ തന്നെ ഉച്ചയായി മാറുന്നുണ്ടാവും. സാർമാർ റൗണ്ട്സ് തുടങ്ങി കഴിഞ്ഞാൽ സാർമാർ 4-5 ടീമായിട്ട്, 4-5 ടീമാക്കാനുള്ള സാർമാരൊന്നും ഉണ്ടാവില്ല, 2-3 ടീമായിട്ട്
തിരിഞ്ഞിട്ട് ഓരോ ടീമും ഇപ്പോൾ ഒരു സാറ് പറയാം ഞാൻ വരാന്ത നോക്കാം അങ്ങനെ പറയാം. വരാന്തയിൽ തന്നെ ഉണ്ടാവും 10, 60, 70 പേഷ്യന്റ്. വരാന്തയിൽ റൗണ്ട്സ് എടുക്കുന്ന ഒരു സാറുണ്ടാവും. വരാന്തയിൽ ഒരു സാറ്, ഒരു PG, ഒരു ഹൗസ് സർജൻ ഇങ്ങനെ റൗണ്ട്സ് എടുത്ത് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ അതൊരു 9 മണിക്കൊക്കെ റൗണ്ട്സ് തുടങ്ങിയത് തീരാൻ തന്നെ ഒരു 11 മണി, 12 മണി, 1 മണിയൊക്കെ ആവും. കാരണം അത്രയും പണിയാണ് ഇങ്ങനെ ഓരോന്ന് നോക്കി പോകാന്നുള്ള കാര്യം. ഒരു സാറ് വാർഡിന്റെ ഒരു സൈഡ് റൗണ്ട്സ് എടുക്കും, മറ്റേ സാറ് വാർഡിന്റെ മറ്റേ സൈഡ് റൗണ്ട്സ് എടുക്കും, വേറൊരു സാറ് ഫീമെയിൽ വാർഡിൽ റൗണ്ട്സ് എടുക്കാൻ വേണ്ടി പോകും. ഇങ്ങനെ ഫാക്കൽറ്റീസ് സ്പ്ലിറ്റ് ചെയ്ത് നിന്ന് റൗണ്ട്സ് എടുത്താൽ പോലും ഈ 170 പേഷ്യന്റ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് സീൻ ലൈക്ക് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 2 PM റൗണ്ട്സ് തീർന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഇടയിൽ കൂടി സാറുമാർക്ക് പഠിപ്പിക്കുക എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ ഇരുന്ന് പഠിപ്പിക്കുക എന്നുള്ളത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനം. ഞാൻ പറയുന്നത് ടു മച്ച് ഓഫ് പേഷ്യന്റ് ഈസ് നോട്ട് റിക്വയർഡ്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഒരുപാട് പേഷ്യൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, വെറൈറ്റി ഓഫ് പേഷ്യൻസ്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പാർട്ട്ണർ ഉണ്ട് ഫാത്തി, യു വിൽ സി ഡോക്ടർ ഫാത്തിമ സഹീർ, കണ്ടാൽ മതി. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഫാത്തി പഠിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പരിയാരത്ത് പഠിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താ വെച്ചാൽ അവർ മാസത്തിലൊരിക്കലൊക്കെ ഒരു തൈറോയിഡ് മുഴയൊക്കെ കാണുമായിരുന്നു. ഒരു തൈറോയിഡിന്റെ ഒരു മുഴ മാസത്തിലൊരിക്കലൊക്കെ കാണുമായിരുന്നു പറയും. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചതെന്ന് പറയും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ കാലിക്കറ്റിൽ ഞാനിവിടെ പഠിച്ചപ്പോൾ ഒരു 3rd ലെയറിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് പഠിച്ചത്. അവരുടെ റാങ്ക് എങ്ങനെയായിരുന്നു. സോ ഷീ വാസ് സ്റ്റഡിങ് ദർ. ഒരു മോശമില്ല കേട്ടോ. ഞാൻ പറയാം, ഇപ്പൊ എന്നേക്കാൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ, ഷീസ് പ്രാക്ടീസിങ് വെരി മച്ച്. അവൾ പീഡിയാട്രിക്സ് PG കഴിഞ്ഞു അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുണ്ട്. അപ്പോൾ അവള് പറഞ്ഞാൽ മാസത്തിലൊരിക്കലും ഒരു തൈറോയിഡ് സ്വെല്ലിംഗ് കിട്ടും. മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ കൂടുമ്പോഴാണ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ കേസ് കിട്ടുക. അപ്പൊ സർജറിയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കേസാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞതാണ്. ആ കേസ് കിട്ടുന്നുണ്ടാവാം. പക്ഷെ അവരത് വെച്ചിട്ട് വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എനിക്ക് ഒരു ദിവസം, അതായത് സർജറി OP ഒരു ദിവസം പോയി നിന്ന് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് 3rd സെമസ്റ്ററിലോ 5th സെമസ്റ്ററിലോ 6th സെമസ്റ്ററിലോ ഒക്കെ സർജറി OP പോയി നിൽക്കുമ്പോൾ ഒരു ദിവസം തന്നെ 10 15 തൈറോയിഡ് കേസ്, 10 15 ബ്രസ്റ്റ് ക്യാൻസർ, ഇതിങ്ങനെ ചറപറാന്ന് വരും. പക്ഷേ ഇതെല്ലാം കൂടി അസിമുലേറ്റ് ചെയ്യാനോ എല്ലാം കൂടി യൂട്ടിലൈസ് ചെയ്യാനോ ആസ് എ സ്റ്റുഡന്റ് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം എല്ലാം കൂടി ഇരുന്ന് പഠിക്കാം. നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഈ 10 15 കേസൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു കേസ് വന്നാൽ മാത്രം മതി. ഞാൻ കുറേ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടിട്ടുണ്ട്, കുറേ തൈറോയിഡ് കണ്ടിട്ടുണ്ട്. ബട്ട് അതൊരു അക്കാഡമിക്കൽ പർപ്പസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1, 2, 3 ഒക്കെ കിട്ടിയാൽ തന്നെ വളരെ നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ പേഷ്യന്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അത് മാത്രമാണ് ഇമ്പോർട്ടന്റ്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ള സ്ഥലത്ത് പക്ഷെ ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മഴ പെയ്യുന്നത് പോലെ പേഷ്യൻസ് വരും. ഇപ്പോൾ ഒരു രാത്രിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചറപറാന്ന് കുറേ ആൾ വന്ന് ഒരു ആളും ബഹളവും ഒരു പൂരത്തിന്റെ നടുവിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് കിട്ടും. കുറേയൊക്കെ പണിയെടുത്ത് നമ്മൾ മടുക്കും, നമ്മുടെ നട്ടലൊടിയും പണിയെടുത്ത്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഒരു വലിയൊരു കാഷ്വാലിറ്റിയിൽ കുറേ അധികം ആൾക്കാർ ഒരുമിച്ച് വന്നാൽ നിന്ന് മാനേജ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ആ കാഷ്വാലിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഈ കോളേജിന്റെ ടയറുകൾ താഴേക്ക് ഇറങ്ങുന്നതോറും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ ഡിഫറെന്റ് ടയേഴ്സിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ താഴേക്ക് എത്തുന്നതോറും കാഷ്വാലിറ്റിയിലേക്ക് 1 2 ആൾക്കാർ അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം ഓരോ പേഷ്യന്റ് വരുന്ന രൂപത്തിലേക്കൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഹസിൽ ബസ്സിലൊന്നും ഡീൽ ചെയ്തൊരു പരിചയം ഉണ്ടാവില്ല എന്നുള്ള കാര്യമുണ്ട്. സോ പേഷ്യന്റ് ഫ്ലോ ഈസ് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ്. അത് വെച്ചിട്ട് അയ്യോ എനിക്ക് പേഷ്യന്റ് ഫ്ലോ കുറഞ്ഞൊരു കോളേജാണ്, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോകും, അങ്ങനെ വിചാരിക്കുകയും ചെയ്യേണ്ട എന്നുള്ളതാണ് കാര്യം. ആൻഡ് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് 4th ലെയർ ഓഫ് കോളേജ്, 4ാമത്തെ ലെയർ ഓഫ് കോളേജിനെ പറ്റിയിട്ട് ഐ വാണ്ട് ടു ആഡ് ഫ്യൂ വേർഡ്സ്. കുറച്ച് വാക്കുകൾ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അതായത് ഈ 4th ലെയർ ഓഫ് കോളേജിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധനങ്ങൾ, ഒന്ന് ഇടുക്കിയാണ്, 2ാമത്തെ സാധനം കോന്നിയാണ്, 3ാമത്തെ സാധനം പാലക്കാടാണ്, അടുത്ത സാധനം വന്നിട്ട് കൊല്ലമാണ്. കൊല്ലത്തിൽ വളരെ കുറഞ്ഞ സീറ്റുകളെ കൊല്ലം നമുക്ക് കിട്ടുള്ളൂ. എന്റെ സ്ക്രീൻ ഓഫ് ആയിട്ടുണ്ട് അല്ലേ, ഐ തിങ്ക് ലൈക്ക് ഓക്കെ. സോ ഇടുക്കി, കോന്നി, പാലക്കാട്, കൊല്ലം, ഇത്രയും കോളേജുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ സ്ഥാനത്തിലേക്ക് വരുന്നുണ്ടാവുക. ഇതിനകത്ത് കൊല്ലം വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. ESI കോളേജാണ്, ESIക്ക് വേണ്ടി റിസർവ്ഡ് ആണ്, കുറഞ്ഞ സീറ്റുകൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ കോളേജസിലൊക്കെ ഇതൊക്കെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതൊരു ന്യൂലി സ്റ്റാർട്ടഡ് ആണ്, പെട്ടെന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടുത്തെ ഫസ്റ്റ് ബാച്ച് പുറത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇതിന്റെ കെട്ടിടങ്ങൾ, സാധനങ്ങളൊക്കെ ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് ബിറ്റ് ഓൾഡ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന പഴയ ജനറൽ ഹോസ്പിറ്റലിൽ കൺവേർട്ട് ചെയ്തെടുത്തതാണ്. ആൻഡ് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടുത്തെ ഒരു ക്വാളിറ്റി വൈസ് സാധനങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ അവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഇടുക്കിയിൽ കുട്ടികൾ സമരം ചെയ്യുന്നു, അവിടുത്തെ ലെക്ചർ ഹാളിന്റെ വർക്കിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. കോന്നിയിൽ കുഴപ്പമില്ല, ഓക്കെയാണ്, പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പാലക്കാടിലെ കുട്ടികളുടെ ഒരു സമരവും സാധനങ്ങളൊക്കെ കഴിഞ്ഞ വർഷം കണ്ടതാണ്. സോ ഇവിടെ എത്തുമ്പോൾ യു ക്യാൻ ചൂസ് എയ്തർ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എന്തായാലും ഇത് കിട്ടാനുള്ള റാങ്ക് നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റു കോളേജസ് എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് തൊട്ടടുത്ത് തമിഴ്നാട്ടിലുള്ള കുറച്ചും കൂടി തമിഴ്നാടിന്റെ ഒരു ടയർ 3 കോളേജ് അല്ലെങ്കിൽ ടയർ 2 കോളേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ടയർ 1 കിട്ടിയില്ലെങ്കിലും ടയർ 2 ടയർ 3 ഒക്കെ തമിഴ്നാട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് ഇടുക്കി, കോന്നി ഇവിടെയൊക്കെ പോകണോ, അത് തമിഴ്നാട്ടിലുള്ള ടയർ 2 3, അതായത് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ, മധുരൈ, മേ ബി ലൈക്ക് നിങ്ങൾക്ക് സേലം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടയർ 2 കോളേജസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം തിരുനെൽവേലി,
തൂത്തുക്കുടി ഒക്കെ പോലെയുള്ള ടയർ 3 കോളേജുകൾ, ഇങ്ങനത്തെ കോളേജുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഏകദേശം ഇപ്പോൾ ഞാൻ പറയാണ് ഒരു 900 റേഞ്ചിലാണ്, 900 to 1000 ആണ്. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് നിങ്ങളെ കാറ്റഗറി അനുസരിച്ച് റാങ്ക് മാറുന്നുണ്ട്. ഞാൻ ജനറലിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അലോട്ടഡ് ആവുന്നത്. ഇങ്ങോട്ടേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇടുക്കി, കോന്നി, പാലക്കാടൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ ചോയ്സ് ടു ജോയിൻ ദെയർ ഓർ ഗോ ടു തമിഴ്നാട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഫുഡ് ആൻഡ് കൾച്ചർ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ആകുമ്പോൾ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് ഫുഡ് ആൻഡ് കൾച്ചർ ആയിരിക്കും. നാട്ടിൽ കുറച്ചും കൂടി കണക്ടിവിറ്റി കിട്ടും, മറ്റോടത്താകുമ്പോൾ നാട്ടിൽ കുറച്ചും കൂടി കണക്ടിവിറ്റി കിട്ടില്ല. യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് അമംഗ് ദാറ്റ് തിങ്. സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ആൻ ഐഡിയ റിഗാർഡിംഗ് എങ്ങനെയാണ് നമ്മളുടെ ഒരു കേരള മെഡിക്കൽ കോളേജുകൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവുന്ന വിചാരിക്കാം. പ്രിയോറിറ്റി ഓർഡർ ഉണ്ട്. ടയർ 1, ടയർ 2, ടയർ 3, ടയർ 4 തിരിച്ചു പറഞ്ഞു. ചോയ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസ് ഫ്രം ഹോം ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. ട്രിവാൻഡ്രത്തുള്ള ഒരു കുട്ടി ട്രിവാൻഡ്രത്ത് പഠിച്ചാൽ മതി, ഡോണ്ട് കം ടു കാലിക്കറ്റ്. അത് കാലിക്കറ്റിലേക്ക് ആരും വരണ്ട എന്നുള്ള രൂപത്തിലല്ല. ഇറ്റ് ഇസ് ബെറ്റർ ടു സ്റ്റഡി ഇൻ ട്രിവാൻഡ്രം ഫോർ യു പീപ്പിൾ. നിങ്ങൾക്ക് അവിടെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്നുള്ളൊരു കാര്യമുണ്ട്. അക്കാഡമിക്സ് ഞാൻ പറഞ്ഞു, ഡോക്ടറായിട്ട് ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഡോക്ടറായി വരുന്നത് ഒരു പേഴ്സന്റെ ഇൻബിൽറ്റ് ക്വാളിറ്റിയാണ്. അത് ജനറ്റിക് ആണെന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് വാട്ട് ഈസ് യു ആർ. നിങ്ങളുടെ പേഴ്സണൽ തിങ് ആണ് കുറേയൊക്കെ കോളേജിന്റെ തലയിലേക്ക് വെക്കേണ്ട. കോളേജ് മാത്രമല്ല, കോളേജിന് റോൾ ഉണ്ട്, പക്ഷെ കോളേജ് മാത്രമല്ല എന്നുള്ള കാര്യമൊക്കെ അക്കാഡമിക്സ് എല്ലായിടത്തും ഈക്വൽ ആണ്. അതായത് ടയർ 1 കോളേജസ് ഈക്വൽ ആണ്, ടയർ 2 ഈക്വൽ ആണ്, ടയർ 3 ഈക്വൽ ആണ്, ടയർ 4 ഈക്വൽ ആണ്. അവിടെ ഒന്ന് ബെറ്റർ ഒന്ന് ബാഡ് എന്നുള്ള രൂപത്തിൽ റാങ്ക് ചെയ്യാൻ നോക്കരുത്. പേഷ്യന്റ് ഫ്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ കോളേജിലും സഫീഷ്യന്റ് പേഷ്യന്റ് ഫ്ലോ ഉണ്ട്. പക്ഷെ 6000 3000 നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ ഞാൻ പറയാം, കാലിക്കറ്റിൽ 6000 പേഷ്യൻസ് വരും, തൃശ്ശൂരിൽ 3000 പേഷ്യൻസ് വരും. ഇത് തമ്മിൽ നോ കമ്പാരിസൺ. കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കാണാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു തന്നു. സോ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. സോ ദിസ് ഈസ് വാട്ട് ഈസ് ലുക്കിംഗ് ലൈക്ക് കേരള മെഡിക്കൽ കോളേജസ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. അതായത് കേരളം ചിലപ്പോൾ കിട്ടും, തമിഴ്നാട് ചിലപ്പോൾ കിട്ടും. അവരുടെ അലോട്ട്മെന്റ് സ്ട്രാറ്റജികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഈ പറഞ്ഞ റാങ്കുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിരുന്നു. നിങ്ങളുടെ റാങ്ക് ഒരു 200 മുതൽ 900 വരെയുള്ള റാങ്കുകളാണെങ്കിൽ ഇതർ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, ഒരു തേർഡ് അലോട്ട്മെന്റിലായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളേജുകളെല്ലാം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി ഈ 900 1000ന്റെ മുകളിലേക്ക് ഒരു 1200 1300ലേക്ക് നിൽക്കുന്ന കുട്ടികൾക്കുള്ള സ്ട്രാറ്റജീസ് അടുത്ത വീഡിയോയിൽ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കി ആൾക്കാർക്ക് കമന്റ് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമന്റിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കുക. ആൻഡ് സീരിയസ് ആയിട്ട് ഇത് നിങ്ങളുടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് മാത്രം എടുക്കുക. ആൻഡ് നമുക്ക് നോക്കാം എന്നുള്ളത്. ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെരി ഹാപ്പി ടു ഹെൽപ്പ്. അതിനകത്ത് ഒരു മടിയും കാണിക്കണ്ട. 9048292200 എന്നുള്ളത് എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഡോപ്പയിൽ കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട്, കുറച്ച് സീറ്റുകൾ അത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ഇപ്പോൾ എയിംസ് ബാച്ചിൽ അടക്കമുള്ള സാധനങ്ങളുണ്ട്. നിങ്ങൾ വന്ന വളരെ കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരാം എന്നുള്ളതാണ്. 9645202200 എന്നുള്ളതാണ് നമ്പർ. ഇത് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വെറും വാക്ക്, ഇറ്റ് ഇസ് ലൈക്ക് എ വെരി ഹാർഡ് കോർ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. യു ക്യാൻ കം, ഹാപ്പി ആയിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട്. നിങ്ങൾ വരുന്ന അന്ന് മുതൽ പോകുന്ന അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളൊരു മെഡിക്കൽ കോളേജിൽ എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ഹാർഡ് ആൻഡ് കോർ ആയിട്ട് ഉള്ളറിഞ്ഞ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന തരത്തിലേക്കായിരിക്കും ഉണ്ടാവുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ബാക്കി കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴോട്ട് പോന്നോട്ടെ. ആൻഡ് പേഴ്സണൽ ഒപ്പീനിയൻസ് ആയിട്ട് മാത്രം എടുക്കുക. നിങ്ങൾക്ക് എന്താ പറയുക എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ അതനുസരിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ്. ബൈ, വീണ്ടും സീ യു.